ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് പഴവും പാലും വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ജ്യൂസിൻ്റെ റെസിപ്പിയാണ് നമ്മളിന്നിവിടെ കാണിക്കുന്നത്. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഐറ്റം ആട്ടോ. നമ്മുടെ ചെറിയ മക്കൾക്കൊക്കെ നമുക്കിത് വീട്ടിൽ തന്നെ ഞൊടിയിടയിൽ റെഡിയാക്കി കൊടുക്കാനായിട്ട് പറ്റും. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോസ് ഇഷ്ടമാവും. നമ്മുടെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യാം കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ഐറ്റം റെഡിയാക്കി എടുക്കണമെന്നൊന്ന് കണ്ടു നോക്കിയാലോ. അതിന് മുന്നേ നമ്മുടെ വീഡിയോസ് നിങ്ങളൊന്ന് സ്കിപ്പ് ചെയ്യാതെ കാണാം. അപ്പോൾ ഇന്ന് നമ്മളിവിടെ റെഡിയാക്കി എടുക്കുന്നത് റോബസ്റ്റ് പഴം വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഡ്രിങ്ക് നമ്മൾ റെഡിയാക്കി എടുക്കുന്നത് കേട്ടോ. ഒത്തിരി എക്സ്പെൻസ് ഒന്നും ഇല്ലാത്ത രീതിയിൽ നമ്മുടെ വീട്ടിലുള്ള ഐറ്റംസ് വെച്ചിട്ട് തന്നെ നമുക്ക് ഈ ഒരു ചൂടിനൊക്കെ നല്ല അടിപൊളി ഷെയ്ക്കായിട്ട് നമുക്ക് കുടിക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഡ്രിങ്ക്. അപ്പോൾ ഞാനിതവിടെ ഒരു 1/2 കിലോ റോബസ്റ്റ പഴം എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു പാക്കറ്റ് ബൂസ്റ്റ് വേണം, 2 പാക്കറ്റ് പാലും എടുത്തിട്ടുണ്ട്, മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര, പിന്നെ നമുക്ക് വേണ്ടത് പൊരി അവിൽ. അപ്പോൾ നമ്മൾ ഈ ഒരു പാല് അടിച്ചതിന് ശേഷം നമുക്ക് കോൺഫ്ലെക്സും അതേപോലെ തന്നെ അവിലും വേണമെങ്കിൽ ചേർക്കാട്ടോ. ഞാനിപ്പോൾ ഇവിടെ പൊരി അവിലാണ് ചേർക്കുന്നത്. നമ്മൾ സാധാരണയൊക്കെ അവിൽ മിൽക്കിൽ ചേർത്തെടുക്കുന്ന പൊരി അവിൽ. അപ്പോൾ ഇനി നമുക്കിതൊന്ന് പഴമൊക്കെ ഒന്ന് കട്ട് ചെയ്ത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ പഴമൊക്കെ കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കുക. ഞാൻ ഒരുപാട് മധുരത്തിലൊന്നും ചെയ്തെടുക്കുന്നില്ല കേട്ടോ. പിന്നെ നമ്മളിതിലേക്ക് 5 രൂപയുടെ ബൂസ്റ്റിൻ്റെ പാക്കറ്റാണ് ഇട്ട് കൊടുക്കുന്നത്. നമുക്കിതൊന്ന് പൊട്ടിച്ചിട്ട് അങ്ങ് ഇട്ട് കൊടുക്കുക. നിങ്ങളുടെ കയ്യിൽ പാൽപ്പൊടി ഉണ്ടെങ്കിൽ അതും ചേർക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് വളരെ കുറച്ച് പാലൊഴിച്ച് നമുക്ക് നല്ല സ്മൂത്താക്കിയിട്ടൊന്ന് അടിച്ചെടുക്കാം. ഒരുപാട് പാല് നമുക്ക് ഒരുമിച്ചങ്ങ് ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇനി നമുക്കിത് നല്ല പോലെ ഒന്ന് അടിച്ചു കൊണ്ടുവരാം. ഇതാ നമ്മൾ അടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ബാക്കി പാലൊഴിച്ചിട്ട് നമുക്കൊന്നും കൂടെ ഒന്ന് അടിച്ചു കൊണ്ടുവരാം. അപ്പോൾ ഇതാ ഞാനിവിടെ അടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഗ്ലാസ്സിലേക്കൊന്ന് സെറ്റ് ചെയ്ത് എടുക്കാം. ഞാനിതാ ഇതേപോലെ ഗ്ലാസ് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഐസ് ക്യൂബ്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ ഈ ഒരു മിക്സ് അങ്ങ് ഒഴിക്കാം. ഇനി ഞാനിതാ നമ്മുടെ ഈ ഒരു അവിൽ മിൽക്കിൽ ഉണ്ടാക്കിയിരിക്കുന്ന നമ്മുടെ പൊരി അവിൽ അതും കൂടുതലേക്ക് അങ്ങ് കൊടുക്കുക. ഇനിയിപ്പോൾ ഈ അവിൽ കയ്യിലില്ലാത്തവരുണ്ടെങ്കിൽ നമ്മുടെ സാധാരണ അവിലുണ്ടല്ലോ, അവിലൊന്ന് വറുത്തൊന്ന് എടുത്താലും മതിയോ. അപ്പോൾ ഇതാ നമ്മുടെ പഴവും പാലൊക്കെ വെച്ചിട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നല്ല കിഡിലെ നൈറ്റ് നമ്മളിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മീതെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വല്ല ടൂട്ടി ഫ്രൂട്ടിയോ അതല്ലെങ്കിൽ ബൂസ്റ്റോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഇതിൻ്റെ മീതെ ഇടാം കേട്ടോ. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോസ്. നമുക്ക് ഈ ഒരു ചൂടിനൊക്കെ നമ്മുടെ വീട്ടിൽ റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള വളരെ സിമ്പിളായിട്ട് നമ്മുടെ അടുക്കളയിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഡ്രിങ്കാണ് നമ്മളിവിടെ റെഡിയാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്കും കൂടെ അറിയിക്കുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് നാളെ മറ്റൊരു വീഡിയോ കാണുന്നവരെ അസ്സലാമു അലൈക്കും.